Yes, we were doing an article or we were learning an article which was written by German Greer, and it was about shopping. And actually, we have to go through some question answers. So, right now, we are moving to the first question. Read the excerpt and answer the questions given below. ഒരു ചെറിയ ഗദ്യഭാഗം ആണ് എക്സെർപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം ഇങ്ങനെയാണ്, എക്സെർപ്റ്റ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മെൻ ഡോൺ ഷോപ്പ്. പുരുഷന്മാർ വാസ്തവത്തിൽ ഷോപ്പ് ചെയ്യുകയില്ല. പിന്നെയോ പകരം അവരെന്താണ് ചെയ്യുന്നത്? അവർ കുറച്ച് സിഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. പക്ഷേ അതേസമയം സ്ത്രീകൾ ബ്യൂട്ടി എയ്ഡ്സും മറ്റ് ഒരുപാട് കോസ്മെറ്റിക്സും പലചരക്ക് സാധനങ്ങളും എല്ലാം വാങ്ങിക്കും. ഇത്തരം ഒരു പാസേജ്, ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. പുരുഷന്മാർ കാറ്, ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാമറ, ഇങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്പോർട്സ് ഐറ്റംസ്, ഇതൊക്കെയാണ് വാങ്ങിക്കുക. പക്ഷെ സ്ത്രീകളുടെ കാര്യം വ്യത്യസ്തമാണ്. ഇതാണ് ആ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അത് മുഴുവനും തന്നിട്ടില്ല. അതിൽ എക്സെർപ്റ്റിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യം ഇങ്ങനെയാണ്, ഇത്രയും തന്നിട്ട് ഈ എക്സെർപ്റ്റ് തന്നിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മെൻ യൂഷ്വലി ബൈ? പുരുഷന്മാർ സാധാരണ എന്തൊക്കെയാണ് വാങ്ങിക്കുക? ബ്രാൻഡഡ് കാറുകൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാം, ക്യാമറ, സ്പീക്കർ, സൗണ്ട് സിസ്റ്റം, ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാം. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. നമുക്ക് നോക്കാം. മെൻ യൂഷ്വലി ബൈ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പെട്രോൾ ഫോർ ദർ കാർസ്. ദേ ജനറലി ഗോ ഫോർ ദ ബ്രാൻഡ് നെയിംസ്. മിക്കവാറും ബ്രാൻഡ് നെയിം നോക്കിയാണ് പുരുഷന്മാരുടെ വാങ്ങൽ. ദേ ബൈ കാർസ്, കമ്പ്യൂട്ടേഴ്സ്, മ്യൂസിക് റെക്കോർഡ്സ്, ക്യാമറാസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്. ഇതാണ് അവിടെ പറയുന്നത്. ചോദ്യം: ഹൗ ഡു വുമൺ ഡിഫർ ഫ്രം മെൻ ഇൻ ഷോപ്പിംഗ് ഹാബിറ്റ്സ്? അതേ എക്സെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ തുടർന്നുള്ള ചോദ്യമാണ്, സ്ത്രീകൾ എങ്ങനെയാണ് ഷോപ്പിംഗ് ഹാബിറ്റ്സിൽ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? ആൻസർ: വുമൺ സ്പെൻഡ് മോർ ടൈം ദാൻ മെൻ ഇൻ ലുക്കിംഗ് ഫോർ ദ പ്രോഡക്ട്സ്. ഉൽപ്പന്നങ്ങൾ നോക്കി ഒരുപാട് സമയം ചെലവഴിക്കുന്നത് മിക്കപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ സ്ത്രീകളായിരിക്കും. അസസിങ് ദർ ക്വാളിറ്റി, അത് എത്രമാത്രം ഗുണമേന്മയുള്ളതാണ്, ആൻഡ് ഗെറ്റിംഗ് എ ഗുഡ് ബാർഗെയിൻ എന്നൊക്കെ നോക്കി അത് നല്ലൊരു വിലപേശലൊക്കെ നടത്തിയിട്ടാണ് സ്ത്രീകളുടെ വാങ്ങൽ. ദേ ആർ നോട്ട് ഓഫൺ ടെംപ്റ്റഡ് ബൈ ബ്രാൻഡ് നെയിംസ്. ബ്രാൻഡ് നെയിംസ് ഒന്നും കണ്ട് സ്ത്രീകൾ അങ്ങനെ പ്രലോഭിപ്പിക്കപ്പെടാറില്ല. ദേ മെയിൻലി ബൈ കൺസ്യൂമർ ഗുഡ്സ്. മിക്കപ്പോഴും അവർക്ക് അത്യാവശ്യമുള്ള കൺസ്യൂമർ ഗുഡ്സ് ആണ് സ്ത്രീകൾ വാങ്ങിക്കുക. ആൻഡ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് വിച്ച് ആർ ചീപ്പ് ആൻഡ് ബൾക്കി. ചീപ്പായിട്ടുള്ളതും ബൾക്കി ആയിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ് സ്ത്രീകളുടെ പർച്ചേസ് ഐറ്റംസ് കൂടുതലും. ദേ യൂഷ്വലി ഡു നോട്ട് ഗോ ഫോർ ഇലക്ട്രോണിക് ഗുഡ്സ് ഓർ റെക്കോർഡഡ് മ്യൂസിക് ലൈക്ക് മെൻ. ഇലക്ട്രോണിക് ഗുഡ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ റെക്കോർഡഡ് മ്യൂസിക്കിന് വേണ്ടിയിട്ടോ അവരങ്ങനെ പരതി നടക്കാറില്ല. മൂന്നാമത്തെ ചോദ്യം ഇതേ എക്സെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ ചോദ്യം: വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മാർക്കറ്റിംഗ് ഓഫ് ക്ലോത്തിങ്? ക്ലോത്തിങ്ങിന്റെ കാര്യത്തിൽ, അതിന്റെ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്ന് ജർമാൻ ഗ്രിൽ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താണത്? വുമൺ ആർ ദ ടാർഗറ്റ്സ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറേഴ്സ്. വസ്ത്രനിർമ്മാതാക്കളുടെ ഒരു ഇര അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. മെൻസ് ക്ലോത്തിങ് ഈസ് മോർ ലാസ്റ്റിംഗ് ദാൻ വുമൺസ് ക്ലോത്തിങ്. പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളുടെ വസ്ത്രത്തേക്കാൾ കുറെ കൂടി ഈട് നിൽക്കുന്ന തരത്തിലാണ് അവർ നിർമ്മിക്കുക. എന്നാൽ സ്ത്രീകളുടേത് പെട്ടെന്ന് കേടായി പോകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. മെൻസ് ഡ്രസ് ഓഫൺ ഗെറ്റ് ദർ മണീസ് വർത്ത്. പുരുഷന്മാരുടെ വസ്ത്രം അതിന് പണം മുടക്കിയ പൈസയുടെ മൂല്യം കിട്ടും ദാൻ വുമൺസ് ഫാഷനബിൾ ഡ്രസ്. പക്ഷേ സ്ത്രീകൾക്ക് ഫാഷനാണ് വേണ്ടത്. അപ്പം അവർക്കറിയാം, നിർമ്മാതാക്കൾക്കറിയാം, സ്ത്രീകൾ ഈ ഫാഷൻ ഔട്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വാങ്ങിക്കും. വർഷങ്ങളോളം ഇത് ഈ ഫാഷൻ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പോകില്ല. ഫാഷൻ ചേഞ്ച്. അപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഈട് നിൽക്കുന്ന വസ്ത്രങ്ങൾ മാത്രം മതിയെന്ന് നിർമ്മാതാക്കൾക്കറിയാം. അതിനനുസരിച്ചാണ് അവയുടെ മാർക്കറ്റിംഗ്. മെൻസ് വെയർ ക്യാൻ ബി ആൾട്ടേർഡ് ടു ഫിറ്റ് ദ സൈസ് ഓഫ് ദ വെയറർ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ വസ്ത്രം എന്ന് പറയുന്നത് അത് ധരിക്കുന്ന ആളുടെ സൈസിനനുസരിച്ച് അല്പമൊക്കെ ആൾട്ടർ ചെയ്ത് ഫിറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്ത്രീകളുടേത് പലപ്പോഴും അങ്ങനെയല്ല. വുമൺ ഓൺ ദ അതർ ഹാൻഡ് ഹാവ് ടു ട്രൈ ടു ഫിറ്റ് ദ ക്ലോത്ത്സ്. സ്ത്രീകൾ പലപ്പോഴും അവരെ തന്നെ കഷ്ടപ്പെട്ട് ഞെരുക്കി വസ്ത്രത്തിനുള്ളിൽ ഫിറ്റ് ആക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ ഇതാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഒരു എക്സെപ്റ്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ABC എന്നിങ്ങനെ 3 ചോദ്യങ്ങൾ എന്ന രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുക.